വൈകിട്ട് വീട്ടിലെത്തിയപ്പോൾ ദേവകി വീട്ടിലുണ്ടായിരുന്നു. അവളെ കണ്ടപ്പോഴാണ് റോയിച്ച സമാധാനായത്. കാരണം ഇനി അവൾ വരാണ്ടിരുന്നാലോ എന്നൊരു ടെൻഷൻ പുള്ളിക്കുണ്ടായിരുന്നു. മുകളിൽ പോയി ഫ്രഷായി. അപ്പോഴേക്കും ദേവിക്ക് ചായ കൊണ്ട് റൂമിലേക്ക് വന്നു. അടുക്കള ജോലിക്കാരിയും സുശീലയുടേത് ലീവാണ്. അതിൽ ആ ജോലി ഏറ്റെടുത്തതാണ് അവൾ. ചായക്കപ്പ് റോയിച്ചിന് നേരെ നീട്ടി. തലയിൽ ഒരു തോർത്തും കയ്യിലൊരു ചായക്കപ്പും പിടിച്ച് തനിക്ക് നേരെ നിൽക്കുന്ന ദേവകിയുടെ ആ നിൽപ്പ് അവന് വളരെയധികം ഇഷ്ടമായി. റോയിച്ചൻ ചായ വാങ്ങി കുടിച്ചു. എന്നിട്ട് കൊള്ളാമെന്ന് അവളോട് പറഞ്ഞു. അപ്പോൾ ദേവ് ഒരു ചിരി പാസാക്കി. ആ ചിരിയിൽ അവളുടെ കവളിൽ വിരിഞ്ഞ നുണക്കുഴിയിൽ ഒരു കുത്തു കൊടുക്കാൻ തോന്നി റോയിച്ചന്. കുറച്ചു നേരം റോയിച്ചൻ ദേവിനെ തന്നെ നോക്കി നിന്നു. സാർ, കപ്പ്. ആ വിളിയിലാണ് അവന് സ്വബോധം വന്നത്. ചായക്കപ്പ് ദേവുൻ്റെ കൊടുത്തു. ദേവു അതുമായി നടന്നു പോകുന്നത് റോയിച്ചൻ നെഞ്ചിൽ കൈവച്ച് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് സാക്ഷാൽ റോണി നിൽക്കുന്നുണ്ടായിരുന്നു. റോയിച്ചാ, മോനെ, റൊമാൻസ് ആണോടാ? എന്തൊക്കെയാ അവിടെ നടക്കുന്നേ? എന്തായാലും ഞാനൊന്നും കണ്ടിട്ടില്ല, റോണി പറഞ്ഞു. റോയിച്ചൻ ഒരു കള്ളച്ചിരി ചിരിച്ച് റൂമിലേക്ക് പോയി. എൻ്റെ ഈശോയെ, ദേ എൻ്റെ ചെകുത്താൻ വക്കീൽ ചിരിക്കണ്. സാധാരണ തുറച്ചു നോട്ടമാണല്ലോ പതിവ്. പ്രേമം ഏതൊരു മനുഷ്യനെ മാറ്റിമറിക്കുമല്ലോ. എന്നാണാവോ എൻ്റെ ജീവിതത്തിലും ഒരു മാലാക കടന്നു വരുന്നത്. എന്തായാലും ദേവനെ പോലെ ഒരു പാവ മാലാക തന്നെയായിരിക്കും എനിക്കും കിട്ടുക. പിറ്റേന്ന് രാവിലെ അമ്മച്ചിയെ കാണാൻ പോകുന്നതിനിടയിൽ ദേവുനെ കണ്ടു. ആദ്യം പോലെ രണ്ടാൾക്ക് സംസാരിക്കാനൊന്നും മടിയില്ല. ദേവു, ഇന്നലെ ചോദിക്കാൻ വിട്ടു, താൻ പോയ കാര്യം എന്തായി? ഹോസ്റ്റൽ ശരിയായോ? റോയിസൺ ചോദിച്ചു. ദേവു ഇല്ലെന്ന് തലയാട്ടി. ആണോ? എന്നാൽ ഇനി താൻ ഹോസ്റ്റലൊന്നും അന്വേഷിക്കണ്ട. നമ്മുടെ ഓപ്പോസിറ്റുള്ള വീടില്ലേ, അതെൻ്റെ തന്നെയാണ്. തനിക്ക് ഓക്കെ ആണെങ്കിൽ അവിടേക്ക് മാറിക്കോ. റോയിസൺ പറഞ്ഞത് കേട്ടതും അമ്മച്ചിക്ക് അതിശയായി. കാരണം അമ്മച്ചിയുടെ മോൻ സാധാരണ ഇങ്ങനെ ആരോടും ഒന്നും പറയാറില്ല. വാടകയുടെ കാര്യം ആലോചിച്ച് താൻ ടെൻഷൻ ആവണ്ട. ഇപ്പം 6 മാസമല്ലായുള്ളൂ താൻ അമ്മച്ചിയെ നോക്കുന്നേ. ഇനി ഒരു 6 മാസം കൂടി നീട്ടിയാൽ മതി. പിന്നെ ആ 6 മാസം സാലറിയുടെ 5% ഞാൻ പിടിക്കും, റോയിച്ചൻ പറഞ്ഞു. മോളെ, നീ റോയിച്ചൻ പറഞ്ഞ കേക്ക്. ഇവിടെ ആണെങ്കിൽ നിനക്ക് നിൻ്റെ അനിയത്തിയെ എപ്പോൾ വേണമെങ്കിൽ കാണാമല്ലോ, പോകുന്നവരെ കൂടെ ഇരിക്കാമല്ലോ, അമ്മച്ചി പറഞ്ഞു. ദേവു ആ ഡീലിന് ഓക്കെ പറഞ്ഞു. അവൾ സമ്മതിച്ചു എന്നറിഞ്ഞപ്പോൾ റോയിച്ചനായിരുന്നു ഏറ്റവും കൂടുതൽ സന്തോഷം. കാരണം രണ്ടുണ്ട്. ഇനിയൊരു 6 മാസം കൂടി ദേവുവിനെ കാണാമല്ലോ, എങ്ങനെയെങ്കിലും അവളുടെ മനസ്സിൽ കയറിക്കൂടാമല്ലോ. പലതും കണക്ക് കൂട്ടിയാണ് ചെകുത്താൻ വക്കീൽ ഈ ഓഫർ ദേവുവിൻ്റെ മുമ്പിൽ വെച്ചത്. പാവം ദേവുവിന് ഇതിലൊന്നും സംശയം തോന്നിയില്ലെങ്കിലും അമ്മച്ചിക്ക് കാര്യമായിട്ട് സംശയം തോന്നി. കാരണം മോൻ്റെ മാറ്റങ്ങൾ അമ്മച്ചിയും അറിയുന്നുണ്ടായിരുന്നു. കൂടാതെ യാത്ര പറഞ്ഞു പോകുമ്പോൾ ദേവുവിനെ ഇടം കണ്ടിട്ട് നോക്കുന്നത് അമ്മച്ചി ഇത്തവണ കണ്ടു. അമ്മച്ചിക്ക് കാര്യങ്ങൾ ഏതാണ്ടൊക്കെ മനസ്സിലായി. കുറച്ചു നേരത്തിന് ശേഷം അമ്മച്ചി ദേവുവിനോട് ഫോൺ എടുത്ത് തരാൻ പറഞ്ഞു. അമ്മച്ചി ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു. ഹലോ, സേവ്യർ അല്ലേ? അതെ, സേവ്യറാ. ആരാ സംസാരിക്കുന്നേ? അതെ, ഞാൻ പാലക്കലിലെ റോസി അമ്മച്ചിയാ. അമ്മച്ചി പറയൂ, എന്തുണ്ട് വിശേഷം? ഒരു വിശേഷം നടക്കാനാ കൊച്ചിനെ വിളിക്കുന്നേ. എൻ്റെ മോനില്ലേ റോയിച്ചൻ, അവനെ കല്യാണം കഴിക്കാനേ ഒരു കൊള്ളാവുന്ന കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ കണ്ടെത്തി തരുമോ നീ? അതിനെന്താ അമ്മച്ചി, റോയിച്ചന് കിട്ടാത്ത പെണ്ണോ? നമ്മുടെ ഇടവകയിൽ നിന്ന് തന്നെ നല്ലൊരു പെൺകൊച്ചിനെ ഞാൻ കണ്ടെത്തി തരും. അടുത്ത് തന്നെ ഞാൻ അമ്മച്ചിയുടെ വീട്ടിലേക്ക് വരാട്ടോ. എന്നാ ശരി സേവ്യരെ, ഞാൻ ഫോൺ വെക്കുകയാണേ, നീ വായോ എന്ന് പറഞ്ഞ് അമ്മച്ചി ഫോൺ വെച്ചു. ഇതെല്ലാം പാവം ദേവുവിൻ്റെ മുമ്പിൽ വെച്ചായിരുന്നു കേട്ടോ. അന്ന് റോണി പതിവിലെ നേരത്തെ ഒറ്റയ്ക്ക് വീട്ടിലെത്തി. ദേവു അടുക്കളയിലായിരുന്നു. അമ്മച്ചി മാത്രമായിരുന്നു റൂമിൽ. അമ്മച്ചി എന്ത് പണിയാ കാണിച്ചേ? എന്താടാ ചെക്ക? അമ്മച്ചി ഇച്ചായനെ പെണ്ണ് നോക്കാനേ ആ സേവ്യറോട് പറഞ്ഞോ? അതേടാ പറഞ്ഞു. അതിനെന്താ? നിന്റെ ഇച്ചായനെ 31 വയസ്സായി, ഇനി എപ്പോഴാ കെട്ടുന്നേ? അതുകൊണ്ട് കൊള്ളാവുന്നൊരു കൊച്ചിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞു ഞാൻ. റോസിക്കുട്ടി, ഇച്ചായന് വേണ്ട പെൺകൊച്ചിനെ ഇച്ചായൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇച്ചായൻ ആ കൊച്ചിനോട് ഒന്ന് സംസാരിച്ച് സെറ്റായി കഴിഞ്ഞാലേ ഉടനെ നമുക്ക് മിന്നുകെട്ട് നടത്താന്നേ. അതിനു മുമ്പ് അമ്മച്ചി ധൃതി പിടിച്ച് ഓരോന്ന് എടുത്തു വെക്കല്ലേ. ഓഹോ, അങ്ങനെയാണോ? ആ കൊച്ചു സമ്മതിച്ചാലേ കെട്ട് പള്ളി വെച്ചായിരിക്കോ അതോ അമ്പലത്തിൽ വെച്ചായിരിക്കുവോ? അമ്മച്ചിയുടെ ആ ചോദ്യം കേട്ട് റോണി ഞെട്ടി.
നീ ഞെട്ടൊന്നും വേണ്ട. എനിക്ക് മനസ്സിലായി നിന്റെ ഇച്ചായൻ്റെ മനസ്സിൽ കയറി കൂടിയിരിക്കുന്നതേ എൻ്റെ ഹോം നേഴ്സ് കൊച്ചാന്ന്. അപ്പോൾ ഇച്ചായൻ്റെ മനസ്സറിഞ്ഞിട്ടും എന്തിനാ അമ്മച്ചി വീണ്ടും പെണ്ണു നോക്കാൻ പറഞ്ഞേ? ദേവ് ഒരു സാധാരണ വീട്ടിലെ കുട്ടിയായതുകൊണ്ടാണോ? അതോ പാലക്കലിൻ്റെ അന്തസ്സിനെ ചെയ്തില്ല എന്നതുകൊണ്ടോ?